ഞാൻ വയനാട്ടുകാരനാണ്. പക്ഷെ കഴിഞ്ഞ കുറേ വർഷമായി മലപ്പുറത്തുകാരുടെ സ്നേഹം അനുഭവിച്ചിട്ട് മലപ്പുറത്താ താമസം. വേറെ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ കൈമെയ് മറന്ന് സഹായിക്കാനുള്ള മലപ്പുറത്തുകാരുടെ മനസ്സ് നമ്മൾ ആ കരിപ്പൂർ എയർപോർട്ട് ദുരന്തത്തിലൊക്കെ നമ്മൾ കണ്ടാണ് അല്ലേ. അതേപോലത്തെ ഒരു കഥ നമ്മൾ ഈയിടെ വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിൻ്റെ തലേ ദിവസം രാത്രി ഭയങ്കര മഴയായിരുന്നു, നിൽക്കാതെ പെയ്യുന്ന മഴ. അപ്പം വള്ളുവമ്പുറത്ത് നമ്മുടെ കഥയിലെ കഥാനായകൻ കുട്ടിമോൻ അല്ലെങ്കിൽ മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു കായികാധ്യാപകൻ, അദ്ദേഹം പൂക്കോട്ടൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഈ മഴ ഇങ്ങനെ പെയ്യുന്നത് കണ്ടപ്പോൾ വെള്ളംപുറത്തൊക്കെ വെള്ളം നിറഞ്ഞപ്പോൾ ആരെങ്കിലും സഹായിക്കാൻ ആരെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വെള്ളംപുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹം ഒരു ഫാമിലിനെ കണ്ടു. കോഴിക്കോട് കൊടുവള്ളി നെരുക്കുനി ഭാഗത്തുള്ള ഒരു ഉണ്ണി നമ്പൂതിരിയും ഫാമിലിയാണ്. അദ്ദേഹം അവരാകെ ഇങ്ങനെ വിറച്ചിരിക്കുകയാണ്, പേടിച്ചിരിക്കുകയാണ്. കാരണം വണ്ടി വെള്ളത്തിൽ അകപ്പെട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റുന്നില്ല. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഹോട്ടൽ കിട്ടുമെന്നാണ് അദ്ദേഹം കുട്ടിമോനോട് ചോദിച്ചത്. പക്ഷേ കുട്ടിമോൻ പറഞ്ഞു, ഹോട്ടൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരാമെന്ന്. അങ്ങനെ ഈ ഉണ്ണി നമ്പൂതിരിനെയും ഫാമിലിയെയും വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ഭക്ഷണം കൊടുത്ത് അവരുറക്കി. തിരിച്ച് അദ്ദേഹം ഉറങ്ങാൻ തയ്യാറായില്ല. വീണ്ടും വെള്ളംപുറത്തേക്ക് പോയി വേറെ ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ നോക്കി. ഇതേപോലെ വേറൊരു ഫാമിലിനെ കണ്ടു, ഒരു ഭർത്താവും ഭാര്യയും മക്കളും അടങ്ങുന്ന, സ്ത്രീകളൊക്കെ അടങ്ങുന്ന ഒരു ഫാമിലി. അവരും ഈ വെള്ളത്തിലാകപ്പെട്ട് ആകെ പേടിച്ചിരിക്കുകയാണ്. അവരെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഉറക്കി. പിറ്റേ ദിവസം അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ടാണ് അവർ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ഉണ്ണി നമ്പൂതിരി സ്വന്തം മകനെയും കൂട്ടി ഒരു സമ്മാനമായിട്ട് കുട്ടിമോനെ കാണാൻ വന്നു. അവര് സ്വന്തം കൈകൊണ്ട് വരച്ച ഒരു ഫോട്ടോ ഫ്രെയിം സമ്മാനിക്കാനാണ് വന്നത്. എന്നിട്ട് അവർ പറഞ്ഞത്, എനിക്ക് നിങ്ങൾ അന്ന് തന്ന സമാധാനം, എൻ്റെ മനസ്സിൽ നിങ്ങൾ നിറച്ചെന്ന സന്തോഷം, അത് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കൂല. ഇത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നിയത് കുട്ടിമോൻ്റെ മഹത്വം പറയാൻ വേണ്ടിയല്ല. പക്ഷേ ഇന്ന് നന്മകൾ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വേറെ ആൾക്കാരോട് കൂട്ടുകൂടുമ്പോൾ അല്ലെങ്കിൽ അവരെ സഹായിക്കുമ്പോൾ അവരുടെ മതം ഏതാണെന്ന് മനസ്സിലാക്കി എൻ്റെ മതത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ മാത്രം സഹായിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് യഥാർത്ഥ കേരളത്തിൻ്റെ ചരിത്രവും യഥാർത്ഥ മലപ്പുറത്തിൻ്റെ ചരിത്രവും സ്നേഹവും നന്മയാണെന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്താനാണ്.